കണ്ട കോട ഇങ്ങനെ ഇടിച്ചിറങ്ങി വരികയാണ് കേട്ടാ. പെട്ടെന്നാണ് ചേഞ്ച് ആകുന്നത്. നമ്മള് വാഗമണ്ണാണ് കേട്ടോ ഉള്ളത്. നമ്മളൊരു ജസ്റ്റ് ട്രിപ്പൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പം ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ താമസിച്ചത് ഇവിടെ നല്ലൊരു റിസോർട്ടിലാണ് കേട്ടോ. വാഗമണ്ണ് തന്നെ കോലാഹലമേട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ താമസിച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഈ താമസിച്ച സ്ഥലത്ത് നല്ല സീനറിയൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം സീനറി മാത്രമല്ല, നല്ല കോട കണ്ടിട്ടാണ് രാവിലെ നമ്മൾ എണീക്കുന്നത് തന്നെ. ഇതാണ് നിമിഷ നേരം കൊണ്ടാണ് ഇതിൻ്റെ ട്രെൻഡ് മാറി വരുന്നത്. നമ്മൾ രാവിലെ എണീക്കുമ്പം തന്നെ കാണുന്ന കാഴ്ചകളാണ്. ഇതാണ് നമ്മളടുത്ത് വരാതിരുന്ന ഒരാളാണിത് ഈ വീഡിയോയിൽ കാണാനായിട്ട്. പക്ഷെ പുള്ളി ഇവിടെ നമുക്ക് റൂമൊക്കെ പുള്ളി റെഡിയാക്കിയത് പുള്ളിയാണ്. നമ്മുടെ ആർമി സിജുബായി ആണ് നമുക്കിവിടെ റൂമൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ റിസോർട്ട് വരുന്നത് കോലാഹലമേടിലാണ് കേട്ടോ. ഏകദേശം തങ്ങൾപ്പാറക്ക് അടുത്തായിട്ടൊക്കെ വരും. ബ്ലൂ ഹിൽസ് എന്നാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പേര്. എന്തായാലും ഒരു അടിപൊളി ഒരു സ്ഥലമാണ്. ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്നാലും നമുക്കിവിടെ അടിപൊളിയായിട്ടൊക്കെ താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇത് തന്നെയാണ്, ഈ കോടമഞ്ഞാണ്. ഇങ്ങനെ നമ്മളെ പൊതിയും ഇത് വന്ന്. നമ്മൾ ഈ താമസിക്കുന്ന റൂമിനടുത്തുണ്ടല്ലോ ഇതുപോലെ ഒരു മലമ്പ്രദേശമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനടുത്ത് അതിലൊക്കെ രാവിലെ നമ്മളൊന്ന് വലിഞ്ഞു കയറി കഴിഞ്ഞാൽ നല്ല വിഷ്വലും നല്ല കോടമഞ്ഞ് നല്ല കാഴ്ചകളൊക്കെ കിട്ടും. തനിനാടൻ വണ്ടി കിടക്കണ കണ്ട അപ്പുറത്ത്. നമ്മളിത് അങ്ങോട്ടാ പോകാൻ പോകുന്നത് കേട്ടോ. അടുത്തത് നമ്മൾ തങ്ങൾപ്പാറ എന്ന് പറയുന്നതാണ് കാണുന്നത്. തങ്ങൾപ്പാറ ഇപ്പൊ കേറിട്ട് വാ, ഞാൻ കേറിയതാ. ഒരു മരം കണ്ടപ്പോ നമ്മുടെ ബൽറാം അടിച്ചു വലിച്ച് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ അതിനകത്ത്. നമ്മൾ താമസിക്കുന്ന അതിൻ്റെ പരിസരത്തു നിന്നുള്ള കുറേ ദൃശ്യങ്ങളാണ് കേട്ടോ. രാവിലെ എണീറ്റ് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന കുറേ കാഴ്ചകളാണ്. മലയും പുഴയും ഇളം കാറ്റും കോടമഞ്ഞും കുറേ കൊച്ചു കൊച്ചു നല്ല വീടുകളും താഴ്വാരങ്ങളും ഒക്കെ ആയിട്ടുള്ള നല്ല മനോഹരമായ കാഴ്ചകൾ. ഇവിടെ ടൗണിൽ നിന്ന് ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. ഈ ഏരിയയിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ നല്ല സന്തോഷമുള്ള കുറേ കാഴ്ചകളാണ്. ഇത് നമ്മൾ താമസിച്ച ആ വീടും അതിൻ്റെ പരിസരത്തെ കാഴ്ചകളൊക്കെയാണിത്. രാവിലെ തന്നെ ഒരു കോടയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഒരു മഴയുടെ അന്തരീക്ഷമൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും. പിന്നെ മഞ്ഞ വണ്ടി ഇടിച്ചിറങ്ങി വരികയാണ് കേട്ടാ. പെട്ടെന്നാണ് ചേഞ്ച് ആകുന്നത്. ഇന്നേ ഒരു ഹർത്താൽ ദിവസമാണ് നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫുഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിവിടെ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഇതുണ്ട് ഈ പുല്ല്. നമ്മൾ മറ്റേ ഈ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോഴേ നമ്മൾ കാട്ടിലൊക്കെ കാണത്തില്ലേ, ആ ഒരു ഫീലാണ് ശരിക്കും ഉള്ളത്. അല്ല അപ്പുറത്തെ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ ചതുപ്പ് പരുവത്തിൽ കിടക്കുക. ഇത് കണ്ട നമ്മളിത് രാവിലെ തന്നെ ഒരു ഇതൊക്കെ ഇത് കാല് മുറിയരുത് കേട്ടത്. ഈ അട്ടയൊന്നുമില്ല. കണ്ണപ്പനും നമ്മുടെ ബൽറാം നിപ്പുണ്ട് കേട്ടോ. ബൽറാം ബംഗാള ആസാമാ? ആസാം പോലെയാണ്. ആസാം ആത്മീയ. ആ കണ്ട ഇത് കൊള്ളാല്ലേ. ഇത് കേറിയില്ലായിരുന്നെങ്കിൽ നഷ്ടമായേനെ അല്ലേ.
ആ അതാണ് വൈബ്. ആഹാ ഉണ്ടല്ലേ, നമുക്ക് പോകേണ്ട സ്ഥലമാണ് കേട്ടത് കാണുന്നത്. ഇതല്ല നമ്മുടെ ബോംബെ ബൽറാം പറയുന്നത് നമ്മുടെ ഈ പുല്ലില്ലേ ഞാൻ പറഞ്ഞ ഈ ഇവരുടെയൊക്കെ നാട്ടിലേ ഇത് പക്ഷെ ഭയങ്കര അരവാണ് കേട്ടോ, അരവുള്ളതാണ്. ഈ ടൈപ്പ് പുല്ലാണ് അവരുടെ മേൽക്കൂരയ്ക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് മറ്റേ നമ്മൾ ഇവിടെയൊക്കെ ഓല ഷെഡൊക്കെ വരില്ല, ഓലയ്ക്കൊക്കെ പകരമായിട്ട് അവരുപയോഗിക്കുന്നത് ഈ പുല്ലാണ്. ഇത് ഉണക്കിയിട്ടല്ലേ, ഉണക്കിയിട്ട് അങ്ങനെ അടിക്കടിക്ക് വെച്ച് കെട്ടും അല്ലേ. ഓക്കെ, ഇത് കണ്ടോ നമ്മൾ താമസിക്കുന്നിടത്ത് കോട ഇറങ്ങി വരുന്ന നോക്കിയേ. ആഹാ